ഹലോ ഓൾ. നമുക്ക് ഫോർത്ത് ചാപ്റ്ററിൻ്റെ അതായത് സ്റ്റുഡൻറ്റ് സേഫ്റ്റി ഓൺ ദ നെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ റിവിഷൻ പാർട്ട് നോക്കാം. അപ്പം ഇതിൽ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ വൈറസിനെ കുറിച്ചും അതുപോലെ ഫയർ വാൾ, ആൻറ്റി വൈറസ്, പിന്നെ എന്താണ് സ്റ്റുഡൻറ്റ് സേഫ്റ്റി ഓൺ നെറ്റ്, ഇപ്പം അതിൽ എന്തൊക്കെയാണ് കോൺസെൻട്രേഷൻ പ്രോഗ്രാം, ഇപ്പോൾ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ എന്ത് ചെയ്യും, അതുപോലെ കമ്പ്യൂട്ടേഴ്സിൻ്റെ യൂസിലുള്ള ഹെൽത്ത് ഹസാർഡ്സ്, പ്ലേജറിസം, ഹാക്കിങ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വൈറസ് ആണ്. അപ്പം കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത് ഫ്രെഡ് കോഹൻ ആണ് 1983. അപ്പം വൈറൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീസ് എന്നാണ് വൈറസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു എക്സ്പാൻഡഡ് ഫോമായിട്ട് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് മീൻ എക്സിക്യൂട്ടഡ് replicates itself by modifying other computer programs and inserting its own code. അപ്പം ആ ഒരു കമ്പ്യൂട്ടർ വൈറസ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പം അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അത് മോഡിഫൈങ് അതർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, അപ്പം മറ്റുള്ള പ്രോഗ്രാംസിനെയും കൂടെ അത് അഫക്റ്റ് ചെയ്ത് ഇത് റെപ്ലിക്കേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു റെപ്ലിക്കേഷൻ സക്സീഡ് ചെയ്യുകയാണെങ്കിൽ ദ അഫക്റ്റഡ് ഏരിയാസ് ആർ ദെൻ സെറ്റ് ടു ബി ഇൻഫെക്റ്റഡ്. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു അസുഖം പോലെ തന്നെ ഇപ്പം ഹ്യൂമൻ ബോഡിയിൽ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു റെപ്ലിക്കേഷൻ നടത്തി അതിൻ്റേതായ ഒരു കോഡൊക്കെ ജനറേറ്റ് ചെയ്ത് അതിലുള്ള ഫയൽസിനെയൊക്കെ അത് നശിപ്പിക്കും. When the replication is done, this code infects the other files and the program present on the system. അപ്പം ഒരു ഭാഗത്തിന് അഫക്റ്റ് ചെയ്ത് പിന്നീട് അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങ് പോവുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് സയൻസ്, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ വൈറസ് അറ്റാക്ഡ് ആണെങ്കിൽ സ്പീഡ് ഓഫ് ദ സിസ്റ്റം, അപ്പം ആ ഒരു സ്പീഡ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് കുറയും. അപ്പം ഈ വൈറസ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടഡ് ഇൻ ടു എ ഡിവൈസ് ആണെങ്കിൽ ദ ടൈം ടേക്കൺ ടു ഓപ്പൺ ആപ്ലിക്കേഷൻസ് മേ ബിക്കം ലോങ്ങർ ആൻഡ് ദ എൻ്റർ സിസ്റ്റം പ്രോസസ്സിംഗ് മേ സ്റ്റാർട്ട് വർക്കിംഗ് സ്ലോലി. അപ്പോൾ ഒരുപാട് സമയം എടുത്തേ നമുക്ക് എന്താണ് ഓരോ ആപ്പും ഓപ്പണായിട്ട് വരുള്ളൂ. അപ്പം ആ ഒരു സ്ലോനെസ് ആയി പോകും കമ്പ്യൂട്ടർ വൈറസ് അറ്റാക്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ കേസിൽ. പിന്നെ പോപ്പപ്പ് വിൻഡോസ് ഇങ്ങനെ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ടു മെനി പോപ്പപ്പ് വിൻഡോസ് ഓൺ ദ സ്ക്രീനാണ് ആ ഒരു വൈറസ് അറ്റാക്ഡ് ആണെങ്കിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ സെൽഫ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാംസ്, ഇപ്പം ഫയൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഓപ്പണിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സിസ്റ്റം ബൈ ദംസെൽസ് ആൻഡ് യു മേ നോട്ട് ഈവൻ നോ എബൌട്ട് ദം. അപ്പോൾ നമ്മളൊന്നും ഓപ്പൺ ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ ഫയൽസും ആപ്ലിക്കേഷൻസും ഒക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പണായിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്നത് ലോഗ് ഔട്ട് ഫ്രം അക്കൗണ്ട്സ്. നമ്മൾ ലോഗ് ഔട്ട് ചെയ്യാണ്ട് തന്നെ ഇപ്പം വൈറസ് അറ്റാക്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് അക്കൗണ്ട് ഗെറ്റിംഗ് ഹാക്ഡ് ഇൻക്രീസസ് ആൻഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് സൈറ്റ്സ് മേ ഓൾസോ ഗെറ്റ് ഹാക്ഡ് ആൻഡ് യു മേ ലോഗ്ഡ് ഔട്ട് ഫ്രം ഓൾ ഓഫ് ദം. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ നമ്മൾ നമ്മൾ ഒന്നും ചെയ്യാണ്ട് തന്നെ ലോഗ് ഔട്ട് ആകുന്ന ഒരവസ്ഥ വരും. പിന്നെ ക്രാഷിംഗ് ഓഫ് ദ ഡിവൈസ് വരുന്നുണ്ട്. അതായത് ഇഫ് ദ വൈറസ് സ്പ്രെഡ്സ് ഇൻ മാക്സിമം ആണെങ്കിൽ പ്രോഗ്രാംസിനെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് ദ എൻറ്റയർ ഡിവൈസ് മേ ക്രാഷ് ആൻഡ് സ്റ്റോപ്പ് വർക്കിംഗ്. അപ്പം അത്രത്തോളം ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം മേ ക്രാഷ് ആൻഡ് സ്റ്റോപ്പ് വർക്കിംഗ്. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. പിന്നീട് പറയുന്നത് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ വൈറസിനെ കുറിച്ചാണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ വൈറസ് വരുമ്പം ബൂട്ട് സെക്ടർ വൈറസ് വരുന്നുണ്ട്, പിന്നെ ഡയറക്റ്റ് ആക്ഷൻ വൈറസ് വരുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് ആക്ഷൻ വൈറസ് എന്നൊക്കെ പറയുമ്പോൾ അതായത് .exe അല്ലെങ്കിൽ .com ഫയൽ, അങ്ങനെ അത്തരത്തിലുള്ള ഫയലിൽ തന്നെ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന വൈറസ് ഉണ്ട്. പിന്നീട് അത് ഈ ഡയറക്റ്റ് ആക്ഷൻ വൈറസിനെയാണ് നോൺ റെസിഡൻറ്റ് വൈറസ് എന്നും പറയപ്പെടാറുണ്ട്. ദെൻ റെസിഡൻറ്റ് വൈറസ് വരുന്നുണ്ട്. ഇപ്പം റെസിഡൻറ്റ് വൈറസ് എന്ന് പറയുമ്പോൾ വിച്ച് സേവ്സ് ഇറ്റ് സെൽഫ് ഇൻ ദ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ ആൻഡ് ദെൻ ഇൻഫെക്ട്സ് അതർ ഫയൽസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പം ഡയറക്റ്റ് ആക്ഷൻ വൈറസ് അല്ല എങ്കിൽ അതിന് വേറൊരു പേരാണ് നോൺ റെസിഡൻറ്റ് വൈറസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. റെസിഡൻറ്റ് വൈറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാണ്. അപ്പം ആ ഒരു വൈറസ് ആ ഒരു മെമ്മറിയിൽ തന്നെ സേവ് ആയിക്കൊണ്ട് ബാക്കിയുള്ള ആ ഒരു പ്രോസസ്സ് നടത്തും. പിന്നെ മൾട്ടി പാർട്ടേജ് വൈറസ് വരുന്നുണ്ട്.
പിന്നീട് എന്താണ് ഓവർ റൈറ്റ് വൈറസ്, ദെൻ പോളിമോർഫിക് വൈറസ്. ഇപ്പം പോളിമോർഫിക് എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ത്രൂ സ്പാം ആൻഡ് ഇൻഫെക്റ്റഡ് വെബ്സൈറ്റ്സ്. അപ്പം ഒരു സ്പാം വഴിയോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് വെബ്സൈറ്റ്സ് വഴിയോ ഒക്കെ വരുന്നതാണ് പോളിമോർഫിക് വൈറസ് എന്ന് പറയുന്നത്. ദെൻ ഫയൽ ഇൻഫെക്റ്റർ വൈറസ് വരുന്നുണ്ട്. പിന്നീട് സ്പേസ് ഫില്ലർ വൈറസ്, മാക്രോ വൈറസ്, അങ്ങനെയുള്ള. ഇപ്പം മാക്രോ വൈറസ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഇൻ ദ സെയിം മാക്രോ ലാംഗ്വേജ് ആസ് യൂസ്ഡ് ഇൻ ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലുള്ള അതേ ലാംഗ്വേജിൽ, മാക്രോ ലാംഗ്വേജിൽ തന്നെ വരുന്ന വൈറസാണ് മാക്രോ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്രോ വൈറസ് എന്ന് പറഞ്ഞാൽ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇമെയിൽസ് വഴിയാണ് മാക്രോ വൈറസ് അഫക്റ്റ് ആകുന്നത്. ഇതാണ് എബൌട്ട് ദ വൈറസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് മാൽവെയർ ആണ്. അപ്പം മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് ഫോമാണ് മാൽവെയർ. അപ്പം ദിസ് ദ ബ്ലാങ്കറ്റ് ടേം ഫോർ വൈറസസ്, വോംസ്, ട്രോജൻസ് ആൻഡ് അതർ ഹാംഫുൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഹാക്കേഴ്സ് യൂസ് ടു റെക്ക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഗെയിൻ ആക്സസ് ടു സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊരു എന്താണ്, നമുക്ക് വൈറസിനെയും വോംസിനെയും ട്രോജൻസിനെയും അങ്ങനെയുള്ള ഈ എല്ലാവിധ ഹാംഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം ഹാക്കേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മാൽവെയർ എന്ന് പറയുന്നത്. എ സോഫ്റ്റ്വെയർ is identified as malware based on its intended use rather than a particular technique or technology used to build it. അപ്പം ആ ഒരു മാൽവെയർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ആ ഒരു സോഫ്റ്റ്വെയർ, അതായത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് യൂസ്. അപ്പം അതിൻ്റെ യൂസിനെ അനുസരിച്ചിട്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ മാൽവെയർ ആണോ അല്ലേ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. എന്നിരുന്നാൽ എല്ലാ വൈറസസും മാൽവെയർ അല്ല എന്നും പറയാം. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് ആണ്. ഇപ്പം മാൽവെയേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് വേസ് നമുക്ക് പലതരത്തിൽ മാൽവെയറിനെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ദ മലീഷ്യസ് സോഫ്റ്റ്വെയർ സ്പ്രെഡ്സ്. അപ്പോൾ ഈ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമുക്ക് വോം എന്നും വൈറസ് എന്നും ട്രോജൻ എന്നും ഈ മാൽവെയറിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. വോം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ പീസ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് ദാറ്റ് റിപ്രൊഡ്യൂസസ് ഇറ്റ് സെൽഫ് ആൻഡ് സ്പ്രെഡ്സ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. അപ്പം സ്റ്റാൻഡ് അലോൺ, അപ്പോൾ അതിന് തന്നെ എന്താണ്, റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് അങ്ങനെ തന്നെ സ്പ്രെഡ് ആകാൻ പറ്റുന്നൊരു കാര്യമാണ് വോംസിൽ വരുന്നത്. വൈറസ് എന്ന് പറയുമ്പോൾ പീസ് ഓഫ് കമ്പ്യൂട്ടർ കോഡാണ്. അത് ഇൻസേർട്സ് ഇറ്റ് സെൽഫ് വിതിൻ ദ കോഡ് ഓഫ് അനദർ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം, ദെൻ ഫോഴ്സസ് ദാറ്റ് പ്രോഗ്രാം ടു ടേക്ക് മലീഷ്യസ് ആക്ഷൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ് സെൽഫ്. പിന്നെ ട്രോജൻ വരുന്നുണ്ട്, ദാറ്റ് കനോട്ട് റിപ്രൊഡ്യൂസ് ഇറ്റ് സെൽഫ് ബട്ട് മസാക്യുലേറ്റ്സ് ആസ് സംതിങ് the user wants and tricks them into activating it so as it can do its damage and spread. അപ്പം അതെന്താണ്, ആ ഒരു യൂസറിനെ ആ ഒരു ട്രിക്ക് ചെയ്തിട്ട്, ഇതൊരു ട്രിക്കി ഫാക്ടറാണ്. അപ്പോൾ ട്രിക്ക് ചെയ്ത് ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് അങ്ങനെ അത് അഫക്റ്റഡ് ആകാനുള്ള ചാൻസാണ് ട്രോജനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാൽവെയർ. അപ്പം ഫസ്റ്റ് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ദ മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഇപ്പം ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചായിട്ടാണ് വേംസെന്നും വൈറസെന്നും ട്രോജനെന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ മാൽവെയർ ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ എ കമ്പ്യൂട്ടർ മാനുവലി ബൈ ദ അറ്റാക്കേഴ്സ്. അപ്പം മാനുവലായിട്ട് തന്നെ അറ്റാക്കേഴ്സിന് ഈ മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എയ്തർ ബൈ ഗെയിനിങ് ഫിസിക്കൽ ആക്സസ് ടു ദ കമ്പ്യൂട്ടർ ഓർ ബൈ യൂസിങ് പ്രിവിലേജ് എസ്കലേഷൻ ടു ഗെയിൻ റിമോട്ട് അഡ്മിനിസ്ട്രേറ്റർ ആക്സസ്. അപ്പം ഡയറക്റ്റ് ആ ഒരു ആക്സസ് വഴിയോ അല്ലെങ്കിൽ റിമോട്ട് ആക്സസ് വഴിയോ ഒക്കെ ഈ ഹാക്കേഴ്സിന് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ മാൽവെയർ അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാക്കാറുണ്ട്. അതിനകത്ത് ടു കാറ്റഗറീസ് മാൽവെയർ എന്ന് പറഞ്ഞാൽ ഈസ് ബൈ വാട്ട് ഇറ്റ് ഡസ് വൺസ് ഇറ്റ് ഹാസ് സക്സസ്ഫുള്ളി ഇൻഫെക്റ്റഡ് ഇൻ വിക്ടിംസ് കമ്പ്യൂട്ടേഴ്സ്. അപ്പം ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ മാൽവെയേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്പൈവെയർ. അപ്പം സ്പൈവെയർ എന്ന് കേൾക്കുമ്പോഴറിയാം അത് സ്പൈസ് ആണ്. അപ്പം സ്പൈസ് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ യൂസറാണ് അവിടെ ചെയ്യുന്നത്. ദെൻ കീ ലോഗർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കൈൻഡ് ഓഫ് സ്പൈവെയർ ആണ്. ദാറ്റ് റെക്കോർഡ്സ് ഓൾ ദ കീ സ്ട്രോക്സ് എ യൂസർ മേക്സ് ഗ്രേറ്റ് ഫോർ സ്റ്റീലിംഗ് പാസ്വേഡ്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കീ ലോഗർ എന്ന് പറയുന്ന ഒരു സ്പൈവെയർ ആണ്. അപ്പം ആ ഒരു സ്പൈവെയറിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കീ സ്ട്രോക്സ്, നമ്മൾ പ്രസ് ചെയ്യുന്ന ആ ഒരു കീ സ്ട്രോക്സ് അനുസരിച്ച് നമ്മുടെ ആ ഒരു പാസ്വേഡ് സ്റ്റീൽ ചെയ്യാനുള്ള ഒരു സ്പൈവെയർ ആണ് കീ ലോഗർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റൂട്ട് കിറ്റ് ആണ്. റൂട്ട് കിറ്റ് എന്ന് പറയുമ്പോഴും പ്രോഗ്രാം അല്ലെങ്കിൽ മോർ
often a collection of software tools that gives a threat by remote access to the control over a computer or other system. അപ്പം റൂട്ട് കിറ്റിൽ റിമോട്ട് ആക്സസ് വഴിയായിട്ടാണ് ഇതൊരു എന്താണ് കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് ദാറ്റ് ഗീവ്സ് എ ത്രെറ്റ് ബൈ റിമോട്ട് ആക്സസ് ടു ആൻഡ് കൺട്രോൾ ഓവർ എ കമ്പ്യൂട്ടർ ഓർ അതർ സിസ്റ്റമാണ്. അപ്പം ഇതിനൊരു റൂട്ട് കിറ്റ് എന്ന് പറയുന്നൊരു നെയിം കിട്ടിയത് തന്നെ എന്താണ് കിറ്റ് ഓഫ് ടൂൾസ് ആണ്. അപ്പം ഒരു കിറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്, അതുപോലെ ദാറ്റ് ഗെയിൻ റൂട്ട് ആക്സസ് ഓവർ ദ ടാർഗറ്റ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റൂട്ട് കിറ്റ് എന്ന് പറയുന്ന പേര് വന്നേക്കുന്നത്. പിന്നെ ആഡ്വെയർ ഉണ്ട്. ആഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു ബ്രൗസറിനെ അത് ഫോഴ്സ് ചെയ്യാണ് ടു റീഡയറക്റ്റ് ടു വെബ് അഡ്വർടൈസ്മെൻറ്റ്സിലേക്ക്. അപ്പോൾ നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്തു പോവുകയാണ് ആഡ്വെയർ ചെയ്യുന്നത്. അപ്പം ആഡ്വെയർ എന്ന് പറയുന്ന ആ ഒരു മാൽവെയർ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് സൈറ്റ്സിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും, ഡൗൺലോഡ് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യിപ്പിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും എന്താണ് കൂടുതൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ അതിനകത്തേക്ക് ഇൻസ്റ്റാൾഡ് ആകും. ദെൻ പിന്നെ വരുന്നത് റാൻസം വെയർ ഉണ്ട്. അപ്പം റാൻസം വെയർ ആണെങ്കിൽ അത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്താണ് ആ ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്ന അത് ആ ഒരു ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ബിറ്റ് കോയിൻ എമൗണ്ട് ബിറ്റ് കോയിൻ്റെ ആ ഫോമിൽ എമൗണ്ട് പേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ജോലിയാണ് റാൻസം വെയർ എന്ന് പറയുന്ന മാൽവെയർ ചെയ്യുന്നത്. അപ്പം വിതൗട്ട് ദ ഡിക്രിപ്ഷൻ കീ ഇറ്റ്സ് മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ഫോർ വിക്ടിംസ് ടു റീഗെയിൻ ആക്സസ് ടു ദിയർ ഫയൽസ്. അപ്പം നമ്മുടെ ഫയൽസിനെയൊക്കെ എന്താണ് അറ്റാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിക്രിപ്ഷൻ കീ വേണമെങ്കിൽ അതേ വിൽ ആസ്ക് ഫോർ റാൻസം. അപ്പം അങ്ങനെ വരുന്നതാണ് റാൻസം വെയർ എന്ന് പറയുന്ന മാൽവെയർ. ദെൻ ക്രിപ്റ്റോ ജാക്കിംഗ് വരുന്നുണ്ട്. അപ്പം ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ മൈനിങ് മാൽവെയർ ആണ് ദാറ്റ് ഇൻഫെക്ട്സ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് യൂസ് ദ CPU സൈക്കിൾസ് ടു മൈൻ ബിറ്റ് കോയിൻ ഫോർ യുവർ അറ്റാക്കേഴ്സ് പ്രോഫിറ്റ്. അപ്പം അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എന്താണ് ആ ഒരു CPU സൈക്കിൾസ് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് ആ ഒരു ബിറ്റ് കോയിൻ ഇവിടെ ഡിമാൻഡ് ചെയ്യും. The mining software may run in the background on your operating system or even as the JavaScript in a browser window. പിന്നെ അടുത്തതാണ് മാൽവെർടൈസിങ് വരുന്നുണ്ട്. മാൽവെർടൈസിങ് എന്ന് പറഞ്ഞാൽ ഇസ് ദ യൂസ് ഓഫ് ലെജിറ്റിമേറ്റ് ആഡ്സ് ഓർ ആഡ് നെറ്റ്വർക്ക്സ് ടു കവർഡ്ലി ഡെലിവർ മാൽവെയർ ടു അൺസസ്പെക്റ്റിംഗ് യൂസേഴ്സ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാൽവെർടൈസിങ് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ് സ്പാം ഇമെയിൽ വഴിയൊക്കെയാണ് ഈ വൈറസ് അറ്റാക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനത്തെ ആണെങ്കിൽ ആ ഒരു സ്പാം ഇമെയിൽ ആണെങ്കിൽ വിച്ച് ട്രിക്സ് into activating the malware. ഇപ്പം ട്രോജൻ സ്റ്റൈലാണ് ആ ഒരു അറ്റാക്ക് വന്ന് എന്താണ് അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യും, നമ്മുടെ സിസ്റ്റം ഇൻഫെക്റ്റഡ് ആകും. വാനാക്രൈ ദെൻ ഇമോട്ടേറ്റ് ആർ ദ മോസ്റ്റ് പ്രിവലൻറ്റ് മാൽവെയർ ഓൺ ദ ലിസ്റ്റ്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ നാനോ കോർ ആൻഡ് ഗോസ്റ്റ്, അതുപോലെ റിമോട്ട് ആക്സസ് ട്രോജൻസ് ഉണ്ട്. പിന്നെ റിമോട്ട് ആക്സസ് ട്രോജൻസ് റാറ്റ്സ് അതെന്ന് പറഞ്ഞാൽ റൂട്ട് കിറ്റാണ് ദാറ്റ് പ്രൊപ്പഗേറ്റ് ലൈക്ക് ട്രോജൻസ്. പിന്നെ ക്രിപ്റ്റോ കറൻസി മാൽവെയർ ലൈക്ക് കോയിൻ മൈനർ റൗണ്ട്സ് ഔട്ട് ദ ലിസ്റ്റ്. അപ്പം ഇതൊക്കെയാണ് മാൽവെയർസിൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഐ ലവ് യു, SQL സ്ലാമർ, ദെൻ കോൺഫിഗർ യൂസ് ക്രിപ്റ്റോ ലോക്കർ എന്നൊക്കെ പറഞ്ഞാലും മാൽവെയർസാണ്. പിന്നെ അടുത്തതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എനി സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻസ്റ്റാൾസ് ഇറ്റ് സെൽഫ് ഓൺ യുവർ കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റാർട്ട്സ് കവേർഡ്ലി മോണിറ്ററിങ് യുവർ ഓൺലൈൻ ബിഹേവിയർ വിതൗട്ട് യുവർ നോളജ് ഓർ പെർമിഷൻ. അപ്പം ആ ഒരു ഫംഗ്ഷനാണിത് നടത്തുന്നത്. സ്പൈവെയർ ഇസ് എ കൈൻഡ് ഓഫ് മാൽവെയർ ദാറ്റ് സീക്രറ്റ്ലി ഗ്യാതേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ആൻഡ് റിലീസ് ദിസ് ഡേറ്റ ടു അതർ പാർട്ടീസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ഡേറ്റാസൊക്കെ മറ്റുള്ളവർക്കൊക്കെ ചോർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്പൈവെയറിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നത്. Then spyware use your internet connection to relay personal information such as your name, address, browsing habits, preferences, interest of downloads. Then other forms of spyware hijack എന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് ടു അനദർ വെബ്സൈറ്റ്. അപ്പം നമ്മൾ തന്നെ അറിയാതെ അതർ വെബ്സൈറ്റ്സിലേക്കൊക്കെ നയിക്കുക. കോസ് യുവർ ഡിവൈസ് ടു പ്ലേസ് കോൾസ് ഓർ സെൻഡ് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ കോളും ടെക്സ്റ്റും ഒക്കെ നമ്മൾ അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പോവുക. ഒരു സെർവ് അനോയിങ് ആഡ്സ്. ഓക്കെ, ഈവൻ വെൻ യു ആർ ഓഫ്ലൈൻ. ഇപ്പം നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ പോലും അനോയിങ് ആയിട്ടുള്ള ആഡ്സ് ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്പൈവെയറിൽ വരുന്നത്. സ്പൈവെയർ ദാറ്റ് സ്റ്റീൽസ് യുവർ യൂസർ നെയിം, പാസ്വേഡ് ഓർ അതർ ക്രെഡൻഷ്യൽ ഈസ് റെഫേർഡ് ടു ആസ് എ കീലോഗർ. പിന്നെ
ഈ എന്താണ് സ്പൈവെയർ അറ്റാക്ഡ് ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ അൺവാണ്ടഡ് ബിഹേവിയർ ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് സിസ്റ്റം പെർഫോമൻസ് ആണ് അവിടെ വരുന്നത്. അതുപോലെ ഇറ്റ് ക്യാൻ ഈറ്റ് അപ്പ് CPU കപ്പാസിറ്റി, ഡിസ്ക് യൂസേജ് ആൻഡ് നെറ്റ്വർക്ക് ട്രാഫിക് ഒക്കെ ഉണ്ടാകും. സ്റ്റെബിലിറ്റി ഇഷ്യൂസ്, അതായത് ആപ്ലിക്കേഷൻസ് ഫ്രീസിങ്, എന്താ വെച്ചാൽ അതിങ്ങനെ ആ ഒരു ഫ്രീസിങ് ആയിട്ടുള്ള ആ ഒരു ലെവലായിരിക്കും ചില ആപ്സ് ഇങ്ങനെ വരുന്നത്. അതുപോലെ റീബൂട്ട് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരും. ഡിഫിക്കൽട്ടി കണക്റ്റിംഗ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് സിസ്റ്റം ക്രാഷസ് ആർ ഓൾസോ കോമൺ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു സ്പൈവെയർ അറ്റാക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ട്രോജൻ വരുന്നുണ്ട്. അപ്പം ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രോജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഈസ് ഓഫൺ ഡിസ്ഗൈസ്ഡ് ആസ് ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആണ്. ട്രോജൻസ് ആർ എംപ്ലോയിഡ് ബൈ സൈബർ തീവ്സും. അപ്പം സൈബർ തീവ്സും അതുപോലെ ഹാക്കേഴ്സും ഒക്കെയാണ് ഈ ട്രോജൻസിനെ യൂസ് ചെയ്യുന്നത്. യൂസേഴ്സ് ആർ ടിപ്പിക്കലി ട്രിക്ഡ് ബൈ സം ഫോം ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇൻറ്റു ലോഡിങ് ആൻഡ് എക്സിക്യൂട്ടിങ്. അപ്പോൾ ഇതൊരു ട്രിക്കിംഗ് ആണ്. അപ്പം ആ ഒരു എന്താണ് ആ ഒരു ട്രോജൻ ഹോഴ്സിനെ പോലെ തന്നെ ഒരു ട്രിക്കിംഗ് ആയിട്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ തന്നെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. വൺസ് ആക്ടിവേറ്റഡ്, ട്രോജൻസ് ക്യാൻ എനേബിൾ സൈബർ ക്രിമിനൽസ് ടു സ്പൈ ഓൺ യു. ഇപ്പം നമ്മളെ കൊണ്ട് തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സ്പൈ വർക്ക് ചെയ്യാനായിട്ടും പറ്റും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോജനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ബാക്ക്ഡോർ, ബാക്ക്ഡോർ എക്സ്പ്ലോയിറ്റ്, ബാങ്കർ ട്രോജൻ, ഇപ്പം ഓരോന്നിൻ്റെ ഫംഗ്ഷനൊക്കെ, ക്ലാമ്പി ട്രോജൻ, ദെൻ ക്രിക്സോസ് ട്രോജൻ വരുന്നുണ്ടായിരുന്നു, ഡിഡോസ് ട്രോജൻ, ദെൻ ഡൗൺലോഡഡ് ട്രോജൻ, ഡ്രോപ്പർ ട്രോജൻ, ഫേക്ക് ഹെവി ട്രോജൻ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് എന്താണ് ട്രോജനെ കുറിച്ച് പറഞ്ഞു. ദെൻ കമ്മിങ് ടുവേഴ്സ് ഫയർവാൾ ആൻഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫയർവാൾ ആണെങ്കിലും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണെങ്കിലും പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. അപ്പം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ സൈബർ സെക്യൂരിറ്റിയുടെ പാർട്ടായിട്ട് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫയർവാളും ആൻറ്റിവൈറസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആൻറ്റിവൈറസ് ആൻഡ് ഫയർവാൾ ആർ 2 words യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. ബോത്ത് ആർ യൂസ് ടു പ്രൊട്ടക്ട് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസാണ് ഫയർവാൾ ആൻഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫയർവാൾ എന്ന് പറയുമ്പം ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഡിസൈൻ ടു പ്രൊട്ടക്ട് ആൻഡ് മോണിറ്റർ ബോത്ത് പ്രൈവറ്റ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പം പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണെങ്കിലും അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിലും അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഫയർവാൾ പ്രൊവൈഡ്സ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ഫോർ ദ റിസോഴ്സ് ഇൻ ആൻ ഇ-കൊമേഴ്സ് സിസ്റ്റം. ഇറ്റ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ടു സിസ്റ്റംസ് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എൻട്രി അത് എന്താണ് സ്റ്റോപ്പ് ചെയ്യും. ഫയർവാൾ ഇസ് ഡിഫൈൻഡ് ആസ് എ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷനാണ്. ദാറ്റ് ഫിൽറ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ പാക്കറ്റ്സ് അപ്പം ആൻഡ് പ്രിവെൻറ്റ്സ് സം മെലീഷ്യസ് പാക്കറ്റ്സ് ഫ്രം എൻട്രിങ് ദ നെറ്റ്വർക്ക്. അതൊരു ഫിൽറ്ററായിട്ട് നിന്ന് എന്താണ് അത്ര ചില മാൽവേഴ്സൊക്കെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് എൻട്രി അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. Then most organizations place a firewall at the internet entry point of their network. അപ്പം എന്താണ് ഈ ഫയർവാളാണ് നമുക്ക് അങ്ങനെ ഒരു ഡിഫെൻസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് ആൻഡ് ദ ഇൻ്റർനെറ്റ്. അപ്പം അങ്ങനെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഫയർവാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫയർവാളിൻ്റെ എന്തൊക്കെ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്, അതായത് ഓൾ ട്രാഫിക് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആൻഡ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ദ നെറ്റ്വർക്ക് മസ്റ്റ് പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ എന്തായാലും അതെന്താണ് ഈ ഒരു ഫയർവാളിലൂടെ തന്നെ, ഇപ്പോൾ ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ദേ മസ്റ്റ് ഹാവ് പാസ് ത്രൂ ദ ഫയർവാൾ. ദെൻ ഓൺലി ഓതറൈസ്ഡ് ട്രാഫിക് ആസ് ഡിഫൈൻഡ് ബൈ ദ ലോക്കൽ സെക്യൂരിറ്റി പോളിസീസ് അലൗഡ് ടു പാസ് ത്രൂ ഇറ്റ്. ദെൻ ദ ഫയർവാൾ ഇറ്റ് സെൽഫ് ഇസ് ഇമ്മ്യൂൺ ടു പെനട്രേഷൻ. പിന്നെ ടൈപ്സ് ഓഫ് ഫയർവാൾ വരുന്നുണ്ട്. അതായത് പ്രോക്സി ബേസ്ഡ് ഫയർവാൾസ് വരുന്നുണ്ടായിരുന്നു. ദെൻ സ്റ്റേറ്റ്ഫുൾ ഫയർവാൾസ് വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾസും വരുന്നുണ്ട്. വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾസ്, ദെൻ പാക്കറ്റ് ഫിൽറ്റർ, ഗേറ്റ് വേ സെർവർ എന്നിങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർവാൾസ് അവൈലബിൾ ആണ്. The next is the usefulness of firewall. Firewall can monitor all the incoming traffic. അതുപോലെ എന്താണ് ഫയർവാളിന് എന്താ ട്രോജൻ ഹോഴ്സ് അതിനെയൊക്കെ ലിമിറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് ഹാക്കേഴ്സ് ഫ്രം എൻട്രിങ് യുവർ നെറ്റ്വർക്ക്. പിന്നെ റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് കീ ലോഗിങ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്താൽ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ
ഫയർവാൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ബേസിക് ഫംഗ്ഷൻ ഓഫ് ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഇസ് ടു അനലൈസ് എനി ഇൻകമിംഗ് ഫയൽസ് ഫ്രം ദ ഇൻ്റർനെറ്റ് ഓർ അതർ കമ്പ്യൂട്ടർ ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഫയൽസ് ടു ഡൗൺലോഡ്. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളൊരു ജോലി ഇതിന് വരുന്നുണ്ട്. അതുപോലെ ഇറ്റ് ക്യാൻ ബ്ലോക്ക് വൈറസസ് ഓർ അതർ മലീഷ്യസ് ഫയൽസ് ബിഫോർ ദേ റീച്ച് യുവർ കമ്പ്യൂട്ടർ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫയൽസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് മലീഷ്യസ് പ്രോഗ്രാം ഫ്രം ആക്സസിങ് ആൻഡ് ഡാമേജിങ് യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം. ദെൻ ബ്ലോക്ക് അൺസോളിസിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യുവർ കമ്പ്യൂട്ടർ ആൻഡ് അതർ കമ്പ്യൂട്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ അതുപോലെ ഹാക്കേഴ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ ഔട്ട് ബൗണ്ട് കണക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ട്രാക്ക് ആൻഡ് റെക്കോർഡ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് കണക്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫയർവാളിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. പിന്നെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പൊട്ടൻഷ്യലി ഇൻ്റർഫിയർ വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് സം പ്രോഗ്രാംസ് ദാറ്റ് ആക്സസ് ഇൻ്റർനെറ്റ്. അപ്പം അത് ചില പ്രോഗ്രാംസിനൊക്കെ അത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബ്ലോക്ക് സം കമ്മ്യൂണിക്കേഷൻസ് റിക്വയർഡ് ഫോർ റണ്ണിങ് എ പ്രോഗ്രാം. അപ്പം അങ്ങനെ ആ ഒരു ത്രെറ്റുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴും ദാറ്റ് ക്യാൻ അഫക്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ. അപ്പം ആ ഒരു പ്രോപ്പറായിട്ടൊരു പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ആ ഒരു അതിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ഫയർവാൾ സോഫ്റ്റ്വെയർ ക്യാൻ ഹെൽപ്പ് ബ്ലോക്ക് വൈറസസ് ആൻഡ് മാൽവെയർ ബട്ട് ഇറ്റ് കനോട്ട് റിമൂവ് വൈറസസ് ആൻഡ് അതർ മാൽവെയർ ദാറ്റ് ഹാസ് ബീൻ ലോഡഡ് ഓൺ ടു യുവർ കമ്പ്യൂട്ടർ. നമുക്കിത് എന്താണ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. പക്ഷേ ആ ഒരു വൈറസ് അല്ലെങ്കിൽ മാൽവെയറിനെ ഒന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഈ ഫയർവാളിന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാഫിക്കാണ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ദ ഇൻ്റർനെറ്റ്, ബട്ട് ദേ ആർ കേപ്പബിൾ ടു റെക്കഗ്നൈസ് എനി അറ്റാക്ക് അഗെയിൻസ്റ്റ് ദ കമ്പ്യൂട്ടർ ഫ്രം വിത്തിൻ. അപ്പം അതിലുണ്ട് എങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി അതിന് കിട്ടുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. The most common method available to protect the computer system from virus attack. ഇപ്പോൾ വൈറസ് അറ്റാക്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വൈറസ് അറ്റാക്കിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ ഓഫ് ആൻറ്റിവൈറസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോഗ്രാം ദാറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് കമ്പ്യൂട്ടർ ത്രെഡ്സ് സച്ച് ആസ് വൈറസസ്, ഹാക്കേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാൽവെയർ ത്രെഡ്സ്. അപ്പം ഇതിനെയൊക്കെ എന്താണ് ഇതിൽ നിന്നൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ ഫംഗ്ഷൻ. It scans every file which comes through the internet, USB devices or external hard disk to your computer and helps to protect your computer from virus attack. അപ്പം അത് എന്താണ് എല്ലാ ഫയൽസിനെയും അത് സ്കാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ USB ഡിവൈസസ് ആണെങ്കിലും പിന്നെ അത് അല്ലാണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഒക്കെ ആണെങ്കിലും ഇതിനൊക്കെ ആ ഒരു വൈറസ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് ഹെൽപ്ഫുള്ളാക്കും. പിന്നെ വൈറസ് പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ, അതായത് ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എൻഷുർസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫ്രം ദ കോൺസ്റ്റൻറ്റ് ത്രെറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറസ്. അതുപോലെ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റി വൈറസസ് പറയുന്നുണ്ട്. നോർട്ടൺ ആൻറ്റി വൈറസ്, പിന്നെ കാസ്പെർസ്കി, എവീറ, ക്യുക്ക് ഹീൽ, AVG, then McAfee, then Bit Defender, Panda, Bulldog, etc. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ദ ബേസിക് ഫങ്ഷൻസ് ഓഫേർഡ് ബൈ ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് ആണ്. അത് എന്താണ് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് എൻഷുവേഴ്സ് സെക്യൂരിറ്റി, അല്ലെ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ ഓൺലൈൻ ത്രെഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ ഡേറ്റ, അതൊക്കെ ക്രിട്ടിക്കൽ ഡേറ്റയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ സ്കാനിങ് അലേർട്സ് എന്ന് പറയുമ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അലേർട്സ് യൂസേഴ്സ് അബൌട്ട് സ്കാനിങ് എ സ്പെസിഫിക് ഫയൽ, ഡ്രൈവ് ഓർ പെൻ ഡ്രൈവ് അറ്റ് എനി ടൈം. അല്ലേ നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒന്ന് എന്താണ് ആ ഒരു സ്കാനിങ്ങിൻ്റെ ആ ഒരു അലേർട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്താ ഒരു USB ഒക്കെ നമ്മളൊന്ന് കൊടുക്കുമ്പോഴേക്കും അവിടെ ആ ഒരു അലേർട്ട് നമുക്ക് കാണിച്ചു തരും. ദെൻ ഫെസിലിറ്റേറ്റ്സ് ടൈംലി അപ്ഡേറ്റ്സ്. അപ്പം ഓരോന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട ആ ഒരു ടൈം അതാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ തരും. അടുത്തതെന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന്. അതായത് ഡിറ്റക്റ്റിംഗ്, ബ്ലോക്കിംഗ് ആൻഡ് റിമൂവിങ് വൈറസസ്, മാൽവെയർ ആൻഡ് റാൻസം വെയർ. അപ്പം ഈ ഫയർവാൾ ആണെങ്കിൽ അതിനൊക്കെ സ്കാൻ ചെയ്തത് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അപ്പം എന്താണ് അതിനെയൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൻറ്റിവൈറസ് തന്നെ വേണം. ദെൻ പ്രിവെൻറ്റിംഗ് ഐഡൻറ്റിഫൈ തെഫ്റ്റ് ആൻഡ് ബ്ലോക്ക് ഫിഷിംഗ് ആൻഡ് ഫ്രോഡ്. അപ്പം ആ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ ഫിഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഒരു എന്താണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് കഴിയും. വാർണിംഗ് അബൌട്ട് ഡേഞ്ചറസ് വെബ്സൈറ്റ്സ് ആൻഡ് ലിങ്ക്സ് ബിഫോർ യു ക്ലിക്ക്, അല്ലേ നമ്മളിപ്പം ചില ലിങ്ക്സൊക്കെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വാർണിംഗ് തരും. പിന്നെ സ്കാനിങ് ദ ഡാർക്ക് വെബ് ടു ഫൈൻഡ് if an email address has been compromised. Then keeping online accounts protected with the secure password encryption. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്.
പിന്നീട് നമ്മൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫയർവാൾ ആൻഡ് ആൻറ്റിവൈറസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ സൈബർ പ്രൈവസിയാണ്. അപ്പം സൈബർ പ്രൈവസി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്രൈവസി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രൈവസി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓൺലൈൻ പ്രൈവസി എന്ന് പറഞ്ഞാൽ ഇസ് ദ ലെവൽ ഓഫ് പ്രൈവസി പ്രൊട്ടക്ഷൻ ആൻ ഇൻഡിവിജ്വൽ ഹാസ് വൈൽ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. അപ്പം നമുക്ക് ആ ഒരു ലെവൽ ഓഫ് പ്രൈവസി പ്രൊട്ടക്ഷനെയാണ് സൈബർ പ്രൈവസി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ലെവൽ ഓഫ് പ്രൈവസി പ്രൊട്ടക്ഷൻ, നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലെവൽ ഓഫ് privacy protection. It covers the amount of online security available for personal and financial data, communications and preference. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു യൂഷ്വൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൈവസി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സൈബർ പ്രൈവസിയിൽ വരുന്നത്. Cyber privacy is mostly defined by the services used by the individuals. Whatever agreements individuals agree to when they sign up for service usually signs away their right ടു പ്രൈവസി അല്ലേ. അതൊരു കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സൈബർ പ്രൈവസി ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ സൈബർ പ്രൈവസി ലിമിറ്റ് ദ പേഴ്സണൽ ഇൻഫർമേഷൻ. ഇപ്പം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാണ്ടിരിക്കുക, അതുപോലെ എബൌട്ട് മീ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്ത് വയ്ക്കാതിരിക്കുക. ദെൻ എക്സ്പ്ലോർ ഡിഫറെൻറ്റ് പ്രൈവസി സെറ്റിങ്സ്. അപ്പം അങ്ങനെ എന്തൊക്കെ മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ലിമിറ്റ് ദ പീപ്പിൾ ഹു ക്യാൻ വ്യൂ യുവർ പോസ്റ്റ് ടു ദോസ് യു ഹാവ് പേഴ്സണലി ഇൻവൈറ്റഡ്. അപ്പം നമുക്ക് ആ ഒരു പേഴ്സണൽ കോൺടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രം വ്യൂവബിൾ ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റുകൾ ഇടുക. അതുപോലെ ക്രിയേറ്റ് സ്ട്രോങ് പാസ്വേഡ്സ്, പിന്നെ ബ്രൗസ് ഇൻകോഗ്നിറ്റോ or a private mode. ദെൻ യൂസ് ഡിഫറെൻറ്റ് സെർച്ച് എൻജിൻ. അപ്പം അനോണിമസ് ആയിട്ടുള്ള സെർച്ച് എൻജിൻസ്, അപ്പം യൂസ് അനോണിമസ് സെർച്ച് എൻജിൻസ്. അപ്പോൾ പലപ്പോഴും പല സെർച്ച് എൻജിൻസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് അനോണിമസ് സെർച്ച് എൻജിൻസ് ക്യാൻ ഓൾസോ ബ്ലോക്ക് ദ ട്രാക്കേഴ്സ് ഓൺ ദ വെബ്സൈറ്റ്. അതായത് ഡഗ്, സിറക്സ്, ക്വാൻറ്റ്, ജിബുരു, ദെൻ സിസ്കോസ്, ഇപ്പി ഇതൊക്കെയാണെങ്കിൽ അനോണിമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ്. ദെൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് അല്ലേ, VPN ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു കോമൺ ഒരു പബ്ലിക് വൈഫൈ അല്ലെങ്കിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു VPN ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണെങ്കിൽ സൈബർ ക്രിമിനൽസിന് നമ്മുടെ ആ ഒരു ബ്രീച്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു പോകും. ദെൻ പ്രൊട്ടക്ട് ദ സ്മാർട്ട് ഫോൺസ്. ഇപ്പം സ്മാർട്ട് ഫോൺസിൻ്റെ കേസിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷനൊക്കെ എടുക്കുക. പിന്നെ ക്വാളിറ്റി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നീടാണ് പാസ്വേഡ് പ്രൊട്ടക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് സെക്യൂർ യുണീക്ക് പാസ്വേഡ്സ് ഇസ് ഗ്രോയിങ് ആസ് യു ഇൻട്രസ്റ്റ് ഇൻക്രീസിങ് എമൗണ്ട്സ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ടു ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്സസ് that can fall victim to data breaches and password leaks. അപ്പം എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ടു പ്രൊട്ടക്റ്റ് പാസ്വേഡ്സിൽ പറയുന്നുണ്ട്. ഡു നോട്ട് യൂസ് പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ ഡു നോട്ട് യൂസ് റിയൽ വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ക്രിയേറ്റ് ലോങ്ങർ പാസ്വേഡ്സ് ഉണ്ടാക്കുക. അതുപോലെ ഈസി ടു റിമെമ്പർ ഫ്രേസസ് ഒക്കെ ഒഴിവാക്കുക. ഡോണ്ട് റൈറ്റ് ദം ഡൗൺ അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ അടിയിലൊന്നും എഴുതി വെക്കാണ്ടിരിക്കുക. പിന്നെ റെഗുലർ ബേസിസിൽ ഈ പാസ്വേഡ്സൊക്കെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഡിഫറെൻറ്റ് അക്കൗണ്ട്സിന് ഡിഫറെൻറ്റ് പാസ്വേഡ്സ് യൂസ് ചെയ്യുക. എല്ലാ അക്കൗണ്ട്സിനും കൂടെ ഒറ്റ പാസ്വേഡിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകരുത്. അതുപോലെ ഡു നോട്ട് ടൈപ്പ് പാസ്വേഡ്സ് ഓൺ devices or networks you do not control. Then two factor, അതുപോലെ നമ്മുടെ അല്ലാത്ത ഡിവൈസസിലൊന്നും അങ്ങനെ പോയിരുന്നിട്ട് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യരുത്. അതുപോലെ പബ്ലിക് വൈഫൈ സ്ഥലത്തൊന്നും ചെയ്യരുത്. അപ്പോൾ അതിന് പബ്ലിക് വൈഫൈ ആണെങ്കിൽ എപ്പോഴും ആ ഒരു പേഴ്സണൽ പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ കാര്യം ഓർക്കുക. ദെൻ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ മസ്റ്റായിട്ട് കൊടുക്കുക. അപ്പം ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമ്മുടെ ATM കാർഡിലൊക്കെ ഉള്ളതുപോലെ പിൻ നമ്പർ, പാസ്വേഡ്, പാറ്റേൺ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ എക്സ്ട്രാ സെക്യൂരിറ്റി, ഇപ്പം നമ്മുടെ ആ ഒരു പാസ്വേഡിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സെക്യൂരിറ്റി ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ അവിടെയും കൊടുക്കാം. പിന്നീട് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു പാസ്വേഡിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസാണ്. ഇപ്പം എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് അല്ലേ, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നുള്ള ആ ഒരു ഡിഫറൻസസിൻ്റെ ബേസിലാണ് നമുക്ക് എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് വരുന്നത്. ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ലീഗൽ ഇഷ്യൂസിൽ വരുന്നത്. ക്വസ്റ്റ്യൻസ് ഓഫ് എത്തിക്സ് ആൻഡ് ലീഗാലിറ്റി ആർ എസെൻഷ്യൽ ഇൻ ഓൾ ഫീൽഡ്സ് ഓഫ് വർക്ക്.
അപ്പം ഏതൊരു ഫീൽഡ് ഓഫ് വർക്ക്, ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഏതൊരു പ്രൊഫഷണൽ ആണെങ്കിലും ഹാവ് ടു ഫോളോ ദ എത്തിക്കൽ ആൻഡ് എത്തിക്കൽ ഓവർസൈറ്റ് ടു കൺട്രോൾ ഹൗ ദെയർ പ്രൊഫഷൻ ഫങ്ഷൻ, അല്ലേ? ലീഗൽ ആൻഡ് എത്തിക്കൽ ഓവർസൈറ്റ് ഉണ്ടായിരിക്കണം ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും. ഹവർ ആസ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഇൻഫ്ലുവൻഷ്യൽ, ദ എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ് ബിക്കം സിമിലർലി റെലവൻറ്റ്, അല്ലേ? അപ്പം ആ ഒരു ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് എപ്പോഴും ആ ഒരു കൺസേൺ ഉണ്ടായിരിക്കാം. ദെൻ അബൌട്ട് ദ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇസ് ദ നെയിം ഗിവൺ ടു ലീഗൽ റൈറ്റ്സ് വിച്ച് പ്രൊട്ടക്ട് ക്രിയേറ്റീവ് വർക്ക്സ്. അപ്പം നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ റൈറ്റ്സിനെ പറയുന്ന പേരാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇൻവെൻഷൻ, ഇപ്പം നമ്മുടെ ക്രിയേറ്റീവ് വർക്ക്സ് ആണെങ്കിലും ഇൻവെൻഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഗുഡ് വിൽ, ഇതിനെയൊക്കെ നമുക്ക് എന്താണ് അവനവൻ്റെ വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലീഗൽ റൈറ്റ്സ്, അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇറ്റ് ഇൻക്ലൂഡ്സ് എ കളക്ഷൻ ഓഫ് വേരിയസ് റൈറ്റ്സ്. അപ്പം ഇവിടെ പല പല റൈറ്റ്സ് ആണ് വരുന്നത്. കോപ്പി റൈറ്റ് വരുന്നുണ്ട്, പേറ്റൻറ്റ് ഡിസൈൻസ് വരുന്നുണ്ട്, പേറ്റൻറ്റ്സ്, ചില ഡിസൈൻസ്, യൂണിക്കായിട്ടുള്ള ഡിസൈൻസ്, അതിനൊക്കെ എന്താണ് ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. ട്രേഡ് മാർക്സ്, പിന്നെ അതർ ടൈപ്സ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, ട്രേഡ് സീക്രറ്റ്സ്, എക്സ്പെർട്ടൈസ് ഓർ നോ ഹൗ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്കെന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നും കോപ്പിറൈറ്റ് പ്രോപ്പർട്ടി എന്നും കോപ്പിറൈറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് പേറ്റൻറ്റ്സ് വരുന്നുണ്ട്, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനൊക്കെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ വരും. കോപ്പിറൈറ്റ് വരുമ്പോൾ നമ്മുടെ ലിറ്റററി വർക്കോ അല്ലെങ്കിൽ ഫിലിംസിൻ്റെ കോപ്പിറൈറ്റ്, മ്യൂസിക്, ആർട്ടിസ്റ്റിക് വർക്ക്, ദെൻ ആർക്കിടെക്ചറൽ ഡിസൈൻ, അതൊക്കെ എന്താ ആ ഒരു കോപ്പിറൈറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ടു പ്രൊവൈഡ് റെമഡീസ് അഗൈൻസ്റ്റ് ദോസ് ഹു സ്റ്റീൽ അനദർ പേഴ്സൺസ് ഐഡിയാസ് ഒരു വർക്ക്. അപ്പം നമ്മുടേതായ വർക്ക്സ് ആരെങ്കിലും അടുത്ത ആൾക്കാർ കോപ്പി ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. എനി കണ്ടൻറ് ക്രിയേറ്റർ ആസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഓർഗനൈസേഷൻ ഹു ക്രിയേറ്റ്സ് ഈ കണ്ടൻറ് അലൈൻ ടു ദ ഗൈഡ് ലൈൻസ് ഷുഡ് ബി ഏബിൾ ടു ക്ലെയിം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓൺ ദ സെയിം പ്രൊവൈഡഡ് ദ കണ്ടൻറ് ഈസ് ഒറിജിനലി ക്രിയേറ്റഡ്. ഇപ്പം നമുക്ക് എന്ത് കാര്യത്തിലും ആ ഒരു എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് പ്രൊപ്പോസ് ടു അഡോപ്റ്റ് ദ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് പ്രോട്ടോക്കോൾ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അത് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കോപ്പി റൈറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇപ്പം കോപ്പി റൈറ്റ് എന്ന് പറയുമ്പോഴും ഇസ് ദ ടൈപ്പ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ദാറ്റ് ഗിവ്സ് ദ ഓണർ ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു മേക്ക് കോപ്പീസ് ഓഫ് ദ ക്രിയേറ്റീവ് വർക്ക് യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് ടൈം. അപ്പം ഒരു ആൾക്ക് എന്താണ് അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഒരു ഓണറിന് ആ ഒരു വർക്കിൻ്റെ കോപ്പിറൈറ്റ് ഫുള്ളായിട്ട് കിട്ടുന്ന ആ ഒരു ഏർപ്പാടിനെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പം അത് ഓരോ ആൾക്കാരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പം ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓണറിന് അയാൾക്ക് മാത്രം ആ ഒരു റൈറ്റ്, അല്ലേ, അത് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കണമെങ്കിലോ ഒക്കെ എന്ത് കാര്യമാണെങ്കിലും അയാളാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ക്രിയേറ്റീവ് വർക്കിൻ്റെ കോപ്പീസ് അതെങ്ങനെ ചെയ്യാമെന്ന് മറ്റുള്ളവർ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഈ ഒരു കോപ്പിറൈറ്റിൽ വരുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് സാധാരണ ഈ ഒരു കോപ്പിറൈറ്റ് എടുത്ത് വയ്ക്കുന്നത്. ദ ക്രിയേറ്റീവ് വർക്ക് മേ ബി, അപ്പം ആ ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ലിറ്റററി വർക്കോ ആർട്ടിസ്റ്റിക് വർക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഫോമൊക്കെ ആ ഒരു ക്രിയേറ്റീവ് വർക്കിൽ വരുന്നുണ്ട്. Copyright can be granted by public law and are in the case considered as a territorial rights എന്ന് പറയുന്നുണ്ട്. പിന്നെ യൂഷ്വലി ആ ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്. അതായത് ദ പബ്ലിക് ലോ ഡ്യൂറേഷൻ ഓഫ് എ കോപ്പിറൈറ്റ് എക്സ്പയർസ് 50 to 100 years ആണ്. ആഫ്റ്റർ ദ ക്രിയേറ്റർ ഡൈസ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ജൂറിസ്ഡിക്ഷൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ആ ഒരു ഇയറിൽ ഡിഫറൻസ് വരുത്താൻ പറ്റുന്നുണ്ട്. കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ ലീഗൽ ടേമാണ് വിച്ച് റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ ക്രിയേറ്റർ ആണ്. അപ്പം ആ ഒരു ക്രിയേറ്ററിൻ്റെ റൈറ്റാണ് മെയിനായിട്ട് കോപ്പിറൈറ്റിൽ വരുന്നത്. അപ്പം ആ ഒരു റൈറ്റ്സ് ഏതൊക്കെ റൈറ്റ്സ് ആണെന്ന് വെച്ചാൽ റൈറ്റ് ടു റീപ്രൊഡ്യൂസ് ദ വർക്ക്, ദെൻ റൈറ്റ് ടു പ്രിപ്പയർ ഡെറിവേറ്റീവ് വർക്ക്സ്, ദെൻ റൈറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ്, അതുപോലെ പെർഫോം ആൻഡ് ഡിസ്പ്ലേ ദ വർക്ക് പബ്ലിക്കലി. അപ്പം ആ ഒരു ഒരാളുടെ വർക്ക് അത് പബ്ലിക്കായിട്ട് പെർഫോം ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ വരുന്നുണ്ട്. അതുപോലെ പ്രൊട്ടക്ട്സ് ഓതേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ് ഫോർ ദർ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ക്രിയേഷനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആ ഒരു കോപ്പി റൈറ്റിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്.
അതുപോലെ കോപ്പി റൈറ്റ് ആണെങ്കിൽ 2 ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആണ് വരുന്നത്. എക്കണോമിക് റൈറ്റ്സും വരുന്നുണ്ട്, അതുപോലെ മോറൽ റൈറ്റ്സും വരുന്നുണ്ട്. അപ്പം എക്കണോമിക് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അലോസ് റൈറ്റ് ഓണേഴ്സ് ടു ഡിറൈവ് ഫിനാൻഷ്യൽ റിവാർഡ് ഫ്രം ദ യൂസ് ഓഫ് ദ വർക്ക്സ് ബൈ അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവർ ഒരാളുടെ വർക്ക് എടുക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ റിവാർഡും കൂടി കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു റൈറ്റ് വരുന്നുണ്ട്. അതാണ് എക്കണോമിക് റൈറ്റ് വരുന്നത്. മോറൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അലോസ് ഓതേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ് ടു ടേക്ക് സെർട്ടൻ ആക്ഷൻ ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ദർ ലിങ്ക് വിത്ത് ദ വർക്ക്. അപ്പം അത് ആ മോറൽ ആസ്പെക്ട്സ് വരുന്നുണ്ട്, അത് മോറൽ റൈറ്റും. എക്കണോമിക് ആസ്പെക്ട്സ് വരുമ്പോഴത്തേക്കും അതും എക്കണോമിക് റൈറ്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പം ഓതർ അല്ലെങ്കിൽ ക്രിയേറ്ററാണ് ദ ഓണർ ഓഫ് ദ എക്കണോമിക് റൈറ്റ്സിൽ വരുന്ന ഓണർ അയാളാണ്. ഓർ ദോസ് റൈറ്റ്സ് മേ ബി ട്രാൻസ്ഫേർഡ് ടു വൺ ഓർ മോർ കോപ്പി റൈറ്റ് ഓണേഴ്സ്. മെനി കൺട്രീസ് ഡി നോട്ട് അലോ ദ ട്രാൻസ്ഫർ ഓഫ് മോറൽ റൈറ്റ്സ്. അപ്പം മോറൽ റൈറ്റ്സ് ട്രാൻസ്ഫറൻസിന് ആൾക്കാർ വേറെ കൺട്രീസ് ഒന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. എക്കണോമിക് റൈറ്റ്സ് ആകുമ്പോൾ ഒന്നെങ്കിൽ അതിൽ വരുന്ന മോർ ദാൻ വൺ കോപ്പി റൈറ്റ് ഓണർ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കിട്ടുന്ന രീതിയിലാണ് എക്കണോമിക് റൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസൊക്കെ നോക്കാം. താങ്ക് യു.